നിങ്ങളുടെ സ്വന്തം പാലക്കാടിൻ്റെ മഹിമ ആൻഡ് മോളൂസ് വ്ലോഗിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഞാൻ പറയാൻ പോകുന്നത് ജസ്റ്റ് ഇന്നത്തെ പരിപാടീസ് വന്നിട്ട് കുറച്ച് കാര്യങ്ങളുണ്ട്. നമുക്ക് അവിടെയൊക്കെ ഞാൻ വീഡിയോ കൊണ്ടുപോയി കാണിക്കാം കേട്ടോ. അതുകൂടാതെ നമ്മുടെ പാലക്കാടിലെ പെട്ടെന്ന് എത്തിച്ചേരാൻ പറ്റിയ 2 സ്പോട്ടുണ്ട്. ഒന്ന് മൈതാനം, ടിപ്പു സുൽത്താൻ്റെ കോട്ട, പിന്നെ രണ്ടാമത് ബ്രിട്ടീഷ് പാലം. ഇത് രണ്ടുമാണ് പെട്ടെന്ന് എത്തിച്ചേരാൻ പറ്റിയ സ്പോട്ട് നമുക്ക് കാണാം. പിന്നെ ഒരു കാര്യം കൂടി ഉണ്ട്, പോസ്റ്റ് ഓഫീസിൽ പോകണം. എൻ്റെ ഫോൺ കംപ്ലൈൻ്റ് ആയിട്ട് അതിൻ്റെ കവറും കാര്യങ്ങളൊക്കെ നമ്മൾ പോസ്റ്റ് വഴി അയച്ചു വിടണം. അങ്ങോട്ടേക്കും പോകുന്നുണ്ട്. നമ്മുടെ ഹെഡ് പോസ്റ്റ് ഓഫീസ് പാലക്കാട്, നമ്മുടെ സ്വന്തം ഹെഡ് പോസ്റ്റ് ഓഫീസ് പാലക്കാടിലായിട്ടാണ് നമ്മൾ പോകുന്നത്. ഫസ്റ്റ് നമുക്ക് അവിടെ പോകണം. പിന്നെ കുറച്ച് ടൈലർ ഷോപ്പ്, പിന്നെ തേർഡാമത്തെ സ്ഥലമാണ് നിങ്ങൾ പറഞ്ഞ ആ മൈതാനം. നിങ്ങൾ പറഞ്ഞ ആ കോട്ടയ്ക്ക് നിങ്ങളെ കൂട്ടിയിട്ട് പോകുന്നത്. ഞാൻ ഇപ്പോൾ ബസ്സിലൊക്കെ യാത്ര ചെയ്തിട്ടാണ് ഞാൻ പോകണം. കൂടെ ആരില്ല, നമ്മൾ ഒറ്റയ്ക്കാണ് എല്ലാവിടേക്കും പോകുന്നത്. അതുകൊണ്ട് നമുക്ക് എൻജോയ് ആയി കളിച്ച് ചിരിച്ച് പോവാട്ടോ. അപ്പം നമ്മൾ വീഡിയോ എടുക്കുന്ന കാരണം കൊണ്ട് എല്ലാവരും ഡിഫറെൻ്റായി ഇങ്ങനെ നോക്കും. കുറേ പേര് നല്ല കമ്പനിയുണ്ട്. എൻ്റെ ഇങ്ങോട്ട് പോകുന്ന ഔട്ട് ഫിറ്റാണിത്. ഭംഗിയുണ്ടോ? കമൻറ്റ് ചെയ്യണം, ലൈക്ക് ചെയ്യണം കേട്ടോ. പിന്നെ പോരത്തെ പാലക്കാടായതുകൊണ്ട് കാടും മലയും ഒക്കെ ചേർന്നിട്ടുള്ളൊരു പ്രദേശമാണ്. പിന്നെ ഇപ്പോഴത്തെ പണ്ട് എങ്ങനെ ഉണ്ടാവുമെന്ന് അറിയില്ല. ഇപ്പോഴത്തെ ടിപ്പു സുൽത്താൻ്റെ കോട്ട എങ്ങനെ ഇരിക്കണമെന്ന് നിങ്ങൾക്ക് കാണാം. പാലക്കാടിൻ്റെ സ്വന്തം മഹിമ അവിടെയൊക്കെ കൊണ്ടുപോയി കാണിക്കും നിങ്ങളെ. എൻ്റെ വീട്ടിൻ്റെ അവിടെ നിന്ന് ബസ് കയറി വരാൻ 13 രൂപയാണ് അവിടേക്ക് ചാർജ്. അവിടെ നിന്ന് ബസ് ഇറങ്ങിയിട്ട് ഞാൻ ഓട്ടോയ്ക്കാണ് പോകുന്നത്. അവിടേക്ക് രാവിലെ മാത്രമേ ബസ്സുള്ളൂ. ഉച്ചയ്ക്ക് ശേഷം അവിടെ നിന്ന് ബസ്സുണ്ട്. പോസ്റ്റ് അയക്കാൻ പോകാനിട്ടതാ എല്ലാം എഴുതി പശയൊക്കെ ഒട്ടിച്ചിട്ടുണ്ട്. എന്താണെന്ന് നോക്കാം. ഹലോ, അപ്പോൾ നമുക്ക് ഇങ്ങനത്തെ ഒരു സ്ലിപ്പ് തരും. അതെന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് വീണ്ടും ഒരു അന്വേഷണം വരാൻ വേണ്ടിയിട്ട് ഒരു കുറേ നാളാണ് അയച്ചത്. അപ്പോൾ നമുക്ക് അടുത്ത നമുക്ക് പോകാനുള്ള ഏരിയ എവിടെയെന്നറിയോ? നമ്മുടെ സ്വന്തം സൂര്യ സിറ്റി ടൈലറിംഗ് ഷോപ്പ് കേട്ടോ. നല്ല വെയിലുണ്ട്. ഞാൻ എന്താ പറയുക, വെള്ള കൊച്ചികളെ പോലെ ഉണ്ടായിരുന്ന ഞാൻ ഇപ്പോൾ കാക്കൈ മാറും തോന്നുന്നു. ഞാൻ സ്വന്തം പാലക്കാടിൻ്റെ മഹിമയുടെ പാലക്കാടിലുള്ള ചൂടനുസരിച്ച് നമ്മളങ്ങനെ മാറ്റില്ല. പരിസ്ഥിതിയും ലോകങ്ങളും ഒക്കെ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നതാണ് എൻ്റെ പ്രതീക്ഷ. അതെങ്ങനെയാണെന്ന് അറിയില്ല. നല്ലൊരു വീഡിയോസിൽ ഇൻസ്റ്റയിൽ ഞാൻ ഉണ്ട് കേട്ടോ. ഇൻസ്റ്റയിൽ ഫോളോ ചെയ്യണം. മോളൂസ് വ്ലോഗ് വേൾഡ്. അപ്പോൾ നമ്മൾ മോളൂസ് വേൾഡിലാണ് ഞാൻ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇൻസ്റ്റാഗ്രാമിൽ എല്ലാവരും അതും പോയി സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ ഞാൻ നടന്നുകൊണ്ടിരിക്കുന്ന പോസ്റ്റ് ഓഫീസ് പോയതിന് ശേഷം അപ്പോൾ നമുക്ക് സൂര്യ സിറ്റി പാർക്കിലേക്ക് അങ്ങോട്ട് പോകാം. അപ്പം നമ്മൾ ഇവിടെ പൈസ കിട്ടാൻ വേണ്ടി വന്നിരിക്കുകയാണ്. ഒരു ചെറിയൊരു ലോൺ എടുത്തിട്ടുണ്ട്. അതിൻ്റെ ഒരു പൈസ കിട്ടാൻ വേണ്ടി വന്നിരിക്കുകയാണ് കേട്ടോ. ഹലോ, അപ്പോൾ ഞാൻ ഇങ്ങനെ നടന്നപ്പോൾ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിനെ കണ്ടു. പേര് അയാൾക്ക് വീട്ടിൽ വരാൻ താല്പര്യമില്ല. അതിനോട് എൻ്റെ ഫ്രണ്ടിനെ കണ്ടപ്പോൾ അവൻ ഡ്രോപ്പ് ചെയ്യാൻ കാരണം ഇങ്ങനെ മാത്രം നടക്കാം. ലിഫ്റ്റ് തരാണ് എൻ്റെ നടന്നു പോകണമെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഞങ്ങൾ സൂര്യ സിറ്റി ടൈലറിംഗ് സ്റ്റോപ്പിലേക്ക് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ നിങ്ങൾ ക്രോസ് ചെയ്യുന്ന സമയം എടുക്കാം. വെള്ള യൂണിഫോം ഇട്ട ആൾക്കാരെ കാണാം. റീൽസൊക്കെ വരുന്നത് റീൽസൊക്കെ വരും. നമ്മുടെ റീൽസ് ഞാൻ പോസ്റ്റ് ചെയ്താൽ അത് കാണുന്നത് ഞാൻ എൻ്റെ ഇത് കാണിച്ചു തരാം. ആ ചേട്ടന് ഞാൻ എൻ്റെ ഇത് കാണിച്ചു കൊടുക്കാം കേട്ടോ. എൻ്റെ വ്ലോഗ് മോളൂസ് വ്ലോഗിലേക്ക് എല്ലാവരും വന്ന് ലൈക്ക് ചെയ്യൂ, സപ്പോർട്ട് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. അപ്പോൾ ഞാൻ ഒരു കാര്യത്തിന് വേണ്ടി വരുമ്പോഴേക്കും എൻ്റെ ഫ്രണ്ട് ദൈവം കാത്തു. ഈ വെയിൽ അത്രയും അധികം കൊള്ളാൻ വന്നില്ലല്ലോ. അങ്ങനെ എൻ്റെ ഫ്രണ്ടാണ്. ഞാൻ അധികം കോൺടാക്ട് ഇല്ല, നേരിട്ടുള്ള ബന്ധം മാത്രമേ ഉള്ളൂ. എന്നെക്കുറിച്ചുള്ള അഭിപ്രായം പറയും. എങ്ങനെയാണ് പറയും? നല്ല അഭിപ്രായം അതിലോടെ ഒതുക്കിയിരിക്കുകയാണ്. അങ്ങനെയില്ല. ഇയാളുടെ അഭിപ്രായം പറയും. ഇയാളുടെ നാട്ടുപുറത്തെ ഏരിയയാണ്. പാവമാണ്, നല്ല ഹെൽപ്പൊക്കെ ചെയ്തിട്ടുണ്ട്. എന്നെ കണ്ടുവന്നിട്ട് അവിടേക്ക് കൊണ്ടുവന്ന് ഇറക്കും. പക്ഷേ ഇയാളുടെ അനിയൻ ഒരാളുണ്ട്, അതാണ് ഞാൻ അപ്പോഴേ ചെയ്ത് പറഞ്ഞോണ്ടിരിക്കും. ഓക്കെ, എത്തിയിട്ട് അങ്ങനെ ഞങ്ങൾ എത്തിപ്പോയിട്ടോ. സൂര്യ ടെക്സി താങ്ക് യു, ബൈ. സൂര്യ ടെക്സി ടൈലർ ഷോപ്പ് ഇതാണ് കേട്ടോ. കാണാം. ഓക്കെ ഗായ്സ്, ഞാൻ വല്ലാത്ത സങ്കടത്തിലാണ്. ഞാൻ കുറേ ആയി തുണി അടിക്കാൻ കൊടുത്തിട്ട് ഒരു 5-6 ദിവസമായിരിക്കണം. അവിടെ കുറേ തിരക്കുകൊണ്ട് എൻ്റെ തുണി മറന്നുപോയി മറ്റന്നാന്ന് പറഞ്ഞിട്ട് പറഞ്ഞു. നമ്മുടെ പാലക്കാടിൻ്റെ സ്വന്തം അല്ലേ, പെൻഷനൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ പറഞ്ഞു ആ ശരി ആയിക്കോട്ടെ, നാളെ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. നാളത്തേക്ക് ഞാൻ അവിടത്തേക്ക് വീഡിയോ ഇല്ല, ഡ്രസ്സ് മാത്രം ഞാൻ ഇടാം. അങ്ങനെ ഞാൻ നമ്മുടെ നിങ്ങൾ പറയുന്ന ടിപ്പു സുൽത്താൻ്റെ കോട്ടയിലേക്ക് നമുക്ക് പോകാം. ടിപ്പു സുൽത്താൻ്റെ കോട്ട എങ്ങനെയുണ്ടെന്ന് നമുക്ക് കാണാട്ടോ.
അപ്പം പാലക്കാടുള്ള കോട്ടയുള്ള കോട്ട നിങ്ങൾ കാണാൻ വേണ്ടിയിട്ട് നമുക്ക് നിങ്ങൾ കൂട്ടിക്കൊണ്ട് പോകുന്നത് ആരാണ്? നിങ്ങളുടെ സ്വന്തം പാലക്കാട് നോക്കണം. നമുക്ക് പോവാം കോട്ടയിലോട്ട്. കോട്ട പാലക്കാടും കോട്ട വരൂട്ടോ. അപ്പം നമുക്ക് എല്ലാവരും വരും. അതിൻ്റെ കൂടെ തന്നെ നിന്നുള്ളേ തിരക്ക് വരും. ഇപ്പം നമ്മൾ അമ്പലത്തിലൊക്കെ നല്ല തിരക്കുള്ള പോലെ അവിടെ തിരക്കുണ്ടെന്നൊക്കെയാണ് എൻ്റെ പ്രതീക്ഷ. തിരക്ക് എല്ലാ സംഭവങ്ങളും ഉണ്ടാവും. ഞാൻ നടന്നാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് പോവാം. അവിടെ പോയിട്ട് ആരും എൻ്റെ കയ്യൊന്നും വിട്ട് പോകരുത്. എന്നെ എപ്പോഴും ശ്രദ്ധിച്ച് കൊണ്ടേയിരിക്കണം. ഓക്കെ. ഹലോ, നിങ്ങളുടെ സ്വന്തം പാലക്കാടിൻ്റെ മഹിമ മോളൂസ് വ്ലോഗിലേക്ക് വരുന്നിട്ടുണ്ട്. ഇവിടെ എന്താണെന്നറിയാം, പാലക്കാട് കോട്ടൻ്റെ ഒരു ചെറിയൊരു ഭാഗം പറഞ്ഞത് ഒരു ഗ്രൗണ്ടാണ്. ഇവിടെയൊക്കെ എല്ലാവരും റെസ്റ്റ് ചെയ്യാം. പിന്നെ പോരാത്തതിന് കുറച്ച് മൈൻഡ് ഫ്രീ ആയിരിക്കും. നല്ല കാറ്റുണ്ട്, നല്ല സുഖമുണ്ട്. അങ്ങനെ ഗ്രൗണ്ട് കാണിച്ചു തരാം. ഇവിടെയൊക്കെയാണ് ടൂർണമെൻറ്റും കാര്യങ്ങളൊക്കെ നടക്കുക. സ്പോർട്സിൻ്റെ പരമായിട്ടുള്ള ഓടാനും ചാടാനും രാവിലെ എല്ലാവരും നടക്കാനൊക്കെ വരും. അപ്പോൾ അങ്ങനെ പോകുമ്പോൾ ഒരു ഡ്രോപ്പ് കണ്ടിട്ടാ. ഇതിലാണ് എല്ലാവരും ഞാൻ വിചാരിച്ചത് തൂങ്ങിച്ചാൻ പറ്റും അങ്ങനെയൊക്കെ കരുതും ഞാൻ. പക്ഷേ ഇതിൽ നമ്മൾ കയറും. അത് കുറേ എക്സസൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിരിക്കുന്ന ഒരു ഇതാണ്. കുറേ ആൾക്കാർ ഇവിടെ ഇരിക്കുന്നുണ്ട്. ഇതാണ് പാലക്കാടിലെ ഏറ്റവും വിശാലമായിട്ട് നല്ലൊരു ടൂറിസ്റ്റ് പ്ലേസ്. ഇവിടുത്തെ ചെറിയൊരു ഭാഗം ഉണ്ട്. പിന്നെ ഡാൻസ്, എന്താ പറയുക, എക്സസൈസ് ചെയ്യുന്ന വേറൊരു ഭാഗം കൂടി ഉണ്ട്. അത് കാണിച്ചിട്ടുണ്ട്. അങ്ങനെ വന്നപ്പോൾ ഞാൻ എപ്പോഴും മേടിക്കാറുള്ള ഇതാണ് കേട്ടോ. ഏട്ടൻ്റെ പേരെന്താ? മുഹമ്മദ് കുട്ടിയുടെ ഉപ്പിലിട്ട സാധനങ്ങൾ ഒക്കെ ഉണ്ട്. ഞാൻ ഇതാണ് ഇടുന്നത്. ഇതല്ല അങ്ങനെ ഞാൻ വേസ്റ്റ് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഇവിടെ ഇരുന്ന് കഴിക്കാനും നല്ല സുഖമാണ്. ഇവിടെ സ്റ്റൂബുണ്ട്. എന്തിനും സ്റ്റൂബാണ് കേട്ടോ. ഇവിടെ ആൾക്കാർ നമുക്ക് ഇരിക്കും. നല്ല രസമാണ്. പിന്നെ നമുക്ക് കാണാനുള്ളത് ഇവിടെ മറ്റേ ബോൾ വെച്ചിട്ട് ഒരു കൂട്ടിനുള്ളിൽ ഇടില്ലേ, ബോൾ വെച്ചിട്ട് ഒരു കൂട്ടിനുള്ളിൽ ഇടുന്ന ഒരു പ്ലേസും കൂടി ഉണ്ട് കേട്ടോ. ഇതാണ് സംഭവം. ബോൾ ഒരു കൂട്ടിനുള്ളിൽ ഇടുക, അങ്ങനത്തെ ഒരു സംഭവം. അതിൻ്റെ പേരെനിക്കറിയില്ല. അതാണ് എനിക്കറിയുന്ന പോലെ ഞാൻ പറഞ്ഞു. അല്ലാതെ ഇവിടെ കുറേ പേര് റെസ്റ്റിങ് ഇരിക്കുന്നുണ്ട്. അതായത് ഒരു ടൂറിസ്റ്റ് പ്ലേസായി മാറുന്നതാണ് എൻ്റെ ഒരു പ്രതീക്ഷ. അങ്ങനെ എല്ലാവരും നമ്മൾ നോക്കുന്നുണ്ട്. നോക്കിയാലും എനിക്ക് കുഴപ്പമില്ല. നമ്മൾ സ്വന്തം പാലക്കാടിന് കോട്ട പാലക്കാടിലേക്ക് നമുക്ക് പോകാം. പാലക്കാട് കോട്ടയിലേക്ക് നിങ്ങൾ വരും മക്കളെ. നമ്മുടെ പാലക്കാട് കോട്ട കേട്ടോ. പാലക്കാട് കോട്ട കണ്ടോളൂ. അതേപോലെ തന്നെ നമ്മുടെ റെസ്റ്റിംഗ് ഏരിയ ആണ്. അയ്യോ, വെള്ളക്കുപ്പായക്കാർ വന്നിട്ടുണ്ട്. നേഴ്സിംഗ് ആണ് കേട്ടോ എല്ലാവർക്കും. റെസ്റ്റിംഗ് ഏരിയ കേട്ടോ. എല്ലാവരും വരും കേട്ടോ. അപ്പം നമ്മൾ പാലക്കാട് കോട്ടൻ്റെ ഉള്ളിലേക്ക് പ്രവേശന ഏരിയ ആണ് കേട്ടോ. ആദ്യം തന്നെ നമുക്ക് പാർക്കിംഗ് ഏരിയ 30 രൂപ എന്ന് പറഞ്ഞിട്ട് കാണിക്കും. അത് കഴിഞ്ഞാൽ അതിൻ്റെ അപ്പുറത്തൊക്കെ ആൾക്കാരുണ്ട്. ഇത് കണ്ട കുറേ സംഭവമുണ്ട്. ഇത് നിങ്ങളെ വാങ്ങിച്ചിട്ട് പോകുന്നത് നല്ലതാണ് കേട്ടോ. അതേപോലെ തന്നെ 6 മണി to 7 മണി വരെ ഇവിടെ പ്രവേശനമുള്ളൂ കേട്ടോ. അങ്ങനെ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ അങ്ങനെ ഞങ്ങൾ ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. എല്ലാവർക്കും ഉള്ള ടിക്കറ്റാണ് കേട്ടോ. എല്ലാവരും വന്നോളൂ, നമുക്ക് കാണാം. ഇവിടെയാണ് ടിക്കറ്റ് സെൻറ്റർ. രണ്ടവിടേക്കും ടിക്കറ്റ് എടുക്കാം എന്ന് പറഞ്ഞു വെച്ചാൽ ഇവിടുന്ന് മേടിച്ചിട്ട് ഉള്ളിൽ പോകാൻ പറ്റുള്ളൂ. ഉള്ളിൽ വെളിയിലേക്ക് വരാൻ പറ്റില്ല. അതൊക്കെ ഒരു വീഡിയോ എടുത്താണ്. അങ്ങനെ ടിക്കറ്റിൽ ഇങ്ങനെ ഒരു ഓട്ടിയിട്ട് തരും. ഓട്ടിയിട്ട് തന്നു പറഞ്ഞാൽ ടിക്കറ്റ് ഒരു തവണ മാത്രമേ കയറാൻ പറ്റുള്ളൂ. അങ്ങനെ ഇവിടെ ടോയ്ലറ്റ് ഉണ്ട് എല്ലാതിൻ്റെ ബേസിലും. പിന്നെ അങ്ങനെ ഇവിടെ വേസ്റ്റ് പിന്നൊന്നും ഉണ്ടാകുന്നില്ല. വേസ്റ്റ് പിന്നുണ്ട്. സാധനങ്ങൾ വേസ്റ്റ് ഉള്ളത് പിന്നെ വാടീൻ്റെ ഉള്ളിലേക്ക് കയറാണ്. പാലക്കാടിൻ്റെ സ്വന്തം മഹിമയും നിങ്ങളും. അപ്പം നമ്മൾ കയറിക്കൊണ്ടിരിക്കുകയാണ്. കയറി എത്തിപ്പോകാനുള്ള ഈ സ്ഥലം അങ്ങനെ പ്രത്യേകിച്ചൊന്നും കാണാനില്ല. ഇങ്ങനെ ഒരു ഗ്രൗണ്ട് ഉണ്ട്. പിന്നെ അങ്ങനെ നമുക്ക് എല്ലാവർക്കും കൂടി ഗ്രൗണ്ടിൽ കളിക്കാം. സാമി എല്ലാവരും ഉണ്ട്. എല്ലാവരും മീൻസ് ഒരു 15 രൂപ 25 രൂപ അത്രയെന്ന് അറിയില്ല. നമുക്ക് എല്ലാവർക്കും കൂടിയുള്ള ടിക്കറ്റാണ്. അങ്ങനെ ചെറിയ കുഞ്ഞുങ്ങൾക്ക് ആണെങ്കിൽ ഇവിടെ എന്താണ് ബസ് കടന്ന് ചെല്ലുന്ന ഏരിയ വന്നിട്ട് ഇതാണ്. ആദ്യം ഇതേ പോകും, എന്നിട്ട് ആദ്യം വരും കേട്ടോ. ഇവിടെ ആരെങ്കിലുമൊക്കെ കാണുന്നൊക്കെയാണ് എൻ്റെ പ്രതീക്ഷ. കപ്പിൾസും ഫാമിലീസും നമ്മുടെ കിഡ്സും കുട്ടികളും കടന്നു വരുന്ന ഏരിയകളാണ്. നമുക്ക് മരങ്ങളൊക്കെ എങ്ങനത്തെ ഒരു പ്രത്യേക തരം മരങ്ങളാണ്. ഒരു പോസിറ്റീവ് എനർജി എന്താണൊക്കെയാണ് കളിക്കുന്ന ഏരിയ. വെരി നൈസാണ്. വരും, ഇവിടെയൊക്കെ നല്ല പോസിറ്റീവ് എനർജിയാണ്. നമുക്ക് ഇങ്ങനത്തെ ഏരിയകൾ ഇവിടെയൊക്കെ കുറേ പേര് സ്പെൻഡ് ചെയ്യുന്നുണ്ട്. കണ്ടോ, കുറേ പേര്. നമ്മൾ നടന്നു പോകുന്ന പാതകളിൽ രണ്ടും അങ്ങോട്ടും ഇപ്പുറത്തും ചെടികൾ വെച്ചിട്ടുണ്ട്. അങ്ങനെ കടന്നു പോകണം. ഇതെന്താണെന്നറിയില്ല. ഇവിടെ ഒരു കപ്പിൾസ് പറന്നുകൊണ്ട് വരുന്നുണ്ട്. എല്ലാവരുടെയും ഓരോരോ ആൾക്കാർ ഇരിക്കുന്നുണ്ട്. എത്ര മനോഹരമായിട്ടുള്ള പ്ലേസാണ്. സൈലൻറ്റ് ഏരിയ ആണ്. പിന്നെ പോസിറ്റീവ് എനർജി ആയിട്ടുള്ള നല്ല മൂവ്മെൻ്റ് ഉണ്ട്. ഇത് വേറൊരു സ്ഥലമാണ്. അതൊക്കെ പൊടി പിടിച്ചു പോയി. ശിലാവാടിക എന്നാണ് എൻ്റെ പേര്. ശിലാവാടിക, അങ്ങനെ എന്തൊരു വാടിക. ഇവിടെ എന്തായാലും വാടികയാണ്. എല്ലാത്തിലും വാടിക വന്നിട്ടുണ്ട്. അത് നോക്കൂ, എന്ത് മനോഹരമല്ലേ. ഇതൊരു വലിയ ലോങ് വീഡിയോ ആയിട്ടാണ് ഞാൻ വരുന്നത്. എല്ലാവരും കാണണം. പാലക്കാടിന്
വിശേഷങ്ങൾ ഒരുപാട് നല്ല ഭംഗിയുള്ള. അപ്പോൾ നമ്മൾ ആ കാണുന്ന ഫ്രണ്ട്സ് എൻ്റെ ഫ്രണ്ടാണ്. അവർക്ക് വീഡിയോ വരാൻ പറ്റില്ല, വർക്കിംഗ് ടൈമാണെന്ന് പറഞ്ഞിട്ടോ. ഇവിടെ വന്നപ്പോൾ ഒരു ഫ്രണ്ടിനെ കണ്ടു, കൂടെ നല്ല അറ്റ്മോസ്ഫിയറാണ്. അപ്പോൾ പാലക്കാട് ഇതിനുള്ളിൽ വന്ന മിക്കവാറും എന്നെ അറിയുന്ന കുറച്ച് പേരൊക്കെ ഉണ്ടാവും. ഇതാണ് പ്രേമവാടിക എന്നൊക്കെ അറിയപ്പെടും. പ്രേമവാടിക കപ്പിൾസ് അങ്ങനെ കുറേ എണ്ണം. അത് കണ്ടോ ഗ്രൂപ്പിനുള്ളിൽ ഒരാൾ കണ്ടില്ല, അതൊക്കെ ഒരു ഡീല കത്തിലിട്ട് അങ്ങനെ കുറേ കപ്പിൾസും കുറേ നല്ലൊരു മൂമെൻ്റ് ആയിട്ടാണ് ഇവിടെ നിൽക്കുന്നത്. നല്ല എൻ്റർടൈൻമെൻ്റ് ആയിരിക്കും. ഓക്കെ, എല്ലാം ബെസ്റ്റ് കപ്പിൾസാണ്. ഇവിടെയാണ് പ്രേമം സ്റ്റാർട്ട് ചെയ്യുന്നതും പ്രേമം അവസാനിക്കുന്നതും. കാരണം എന്താണെന്ന് പറഞ്ഞാൽ നിരാശയായിട്ടുള്ള ഇവിടെ ഓർമ്മകളാണല്ലോ, വലിയൊരു ഓർമ്മകളാണ്. ഇത് അവസാനിക്കുന്നത് ഒരു ഗേറ്റാണ്. എൻ്റെ ക്യാമറ ഇങ്ങനെ തിരിയുന്നില്ല, ക്യാമറ ഫോട്ടോ എടുക്കണം. അപ്പം അവസാനിക്കുന്ന ഈ ഒരു ഇതിലാണ് അവസാനിക്കുന്നത്. ഈ എൻഡിൽ കൊണ്ടുവന്ന് എത്തിച്ചിട്ട് ശില്പി അവിടെയൊക്കെ ഒരു ഡാൻസ് വീഡിയോസ് എല്ലാം ഒരു പാട്ട് ഗാനമേള അതിനൊക്കെ നടക്കുന്ന ഏരിയയാണ്. പിന്നെ വേറൊരു സംഭവം കാണിച്ചു തരാം നിങ്ങൾക്ക്. ഇത് കണ്ടോ മരങ്ങൾ എന്ത് ഭംഗിയാണ്, 3, 4, 5, 6 അടിപൊളി ഏരിയയാണ്. ഇവിടെ നടന്ന് കാണാൻ മാത്രമേ ഇങ്ങനെ പോകുന്നത്. ഇവിടെ ഒരു ചിഞ്ചിരാക്കിളി, ഒരു അണ്ണാന്ന് ഞാൻ പേരെത്തു, ചിഞ്ചിരാക്കിളി. അതങ്ങനെ ചാടി കണ്ടോന്നറിയില്ല, ഞാൻ ക്യാമറ എടുക്കാൻ ആരും ഇല്ലാത്തതുകൊണ്ട് കാണാൻ പറ്റില്ല. അതാ ഓടി കാണുമോന്നറിയില്ല കേട്ടോ. നമ്മൾ പോവട്ടോ, ചിലപ്പോൾ കാണും. 1, 2, 3 കാണില്ല. അതാ ഓടി നിർത്തി കയറിട്ടോ, ഓടി നിർത്തി കയറി. അങ്ങനെ ഇവിടുത്തെ കുറേ സ്ഥലങ്ങളുണ്ട്. ഞാൻ ഇങ്ങനെ നടന്നു വരാൻ മാത്രം ഇങ്ങനെ മരങ്ങളുണ്ടോ, എന്ത് മനോഹരം. എല്ലാവരും ഈ മരങ്ങൾ നോക്കി ഇങ്ങനെ ചുറ്റും ഇങ്ങനത്തെ ഒരു ഇതാണ് വെച്ചിരിക്കുന്നത്. നല്ല രസമുണ്ട്. ഇടയിലൊക്കെ ഇങ്ങനെ ഓരോ വന്നിരിക്കാം, വീഡിയോ എടുക്കാനും ഒക്കെ അടിപൊളി പ്ലേസാണ്. ഇടയിലൊരു കപ്പിൾസ് ഇരിക്കുന്നത് ഞാനത് ഇരിക്കുന്നത്. ഞാൻ ഒറ്റയ്ക്ക് വരുന്നതല്ലേ, ഇത് കണ്ടോ ഒക്കെ ഒരു പ്ലേസാണ്. അങ്ങനെ നമ്മൾ ഒരുപാട് സ്ഥലങ്ങളിൽ ഇങ്ങനെ നടന്നു കാര്യങ്ങളുണ്ടോ. അങ്ങനെ നമ്മൾ പോകുന്നുണ്ട്. ഇതൊരു അതെൻ്റെ ഫ്രണ്ട്സാണ് കേട്ടോ, എൻ്റെ ഫ്രണ്ട്സ്. ഓക്കെ, ഉള്ളിൽ ചെറിയ ചെറിയ മരങ്ങൾ വെച്ചിട്ട് അവിടെയൊക്കെ ഓരോരുത്തർ ഇരിക്കും. ചിലർ സിംഗിൾ പേഴ്സണായിട്ട് ഇങ്ങനെ കിടക്കും. ഇവിടെ പ്രേമവാടിക എന്ന് പറഞ്ഞിട്ട് അറിയുള്ളൂ. നല്ല രസമാണ് ഇവിടെ വന്നിരിക്കുക. ഓരോരുത്തർ കണ്ടോ സിംഗിൾ പ്രണയം നഷ്ടപ്പെട്ട് പോയ ഒരു ഇതാണ്. എല്ലാവരും ഇങ്ങനെയൊക്കെ വന്ന് കിടക്കും. പിന്നെ എനിക്ക് ഇവിടെ ഏറ്റവും കൂടുതൽ ഇഷ്ടം എന്താണെന്ന് വെച്ചാൽ പാലക്കാടിൽ ഇങ്ങനെ ഒരു അറ്റ്മോസ്ഫിയർ, ഒരു നല്ലൊരു പ്ലേസാണിത്. ഇതെന്താണെന്നൊരു സംഭവം എനിക്ക് അറിയുന്നില്ല, എന്തോ ഒരു സംഭവമാണ്, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല എന്താ സംഭവം എനിക്കറിയില്ല. അത് കഴിഞ്ഞാൽ ഉടനെ ഇങ്ങനെ നടക്കും. ടിൻ അവിടെ ഓരോ കപ്പിൾസ് ഇരിക്കുന്നത് അതിനെ ഡിസ്കസ് ചെയ്യാതെ അങ്ങനെ നമ്മൾ എത്തിയത്. സംഭവം എനിക്ക് പറ്റില്ല, അതിങ്ങനെ വെച്ചിട്ടുണ്ട്, ഇതെന്താണെന്നറിയില്ല. അങ്ങനെ നമ്മൾ ഇങ്ങനത്തെ സംഭവത്തിലൊക്കെ കയറില്ല. ഈ പുല്ലൊക്കെ അടിപൊളിയല്ലേ. അങ്ങനെ ഇന്നത്തെ വാടിക അവസാനിച്ചിട്ടില്ല. വാച്ച്മാനുണ്ട്, അതായത് ഗസ്റ്റുകളിനെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. ഒരു നമ്മളൊക്കെ മലപ്രദേശത്ത് പോകുമ്പോൾ ഒരു വിസിറ്റേഴ്സിന് മാത്രമായിട്ട് ഒരാളിനെ ചെയ്യില്ല, അതെന്തോ ഒരു പേര് പറയും, എനിക്ക് പറയാനറിയില്ല. ഇതിൻ്റെ സ്ഥലം നോക്കി നല്ല ഭംഗിയില്ലേ. ഇതിൻ്റെ താഴെക്കൂടെ ഒരു ഇതെങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്. നല്ല ഭംഗിയുള്ള ഏരിയയാണ്. ഇവിടെ നിന്നൊക്കെ വീഡിയോ ചെയ്യാനൊക്കെ അടിപൊളിയാണ്. അപ്പോൾ ഇവിടെ ഒരു ചെറിയൊരു വെയിൽ, കുട്ടികൾ അമ്മയുമായിട്ട് കഴിക്കുന്ന ഏരിയയാണ്. നോക്കൂ, ഇത് മനോഹരമായ കുട്ടികൾ കളിക്കുന്നത് ബാധിക്കായിട്ട് നല്ല രസമാണ്. കുട്ടികളൊക്കെ കാണുമ്പോൾ എൻ്റെ പഴയ കുട്ടിക്കാലങ്ങളിൽ ഓർമ്മ വരുന്നു. എനിക്കിതിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ഇതാണ് വഴുതൽ. ഞാൻ ഏറ്റവും കൂടുതൽ വഴുത്തി കളിക്കുന്നത് സൈ. പിന്നെ കൂട്ടിലിട്ട പക്ഷിയെ കാണിക്കുന്നു. കൂട്ടിലിട്ട പക്ഷിയാണ് ഒരു സംഭവം കാണിച്ചു തരേ. ഇതാണ് കൂട്ടിലിട്ട പക്ഷി. ഓവർ നിലവിളിക്കാൻ പറ്റില്ല. അങ്ങനെ നിലവിളിച്ച് കഴിഞ്ഞാൽ ആൾക്കാരൊക്കെ എന്തെങ്കിലുമൊക്കെ വിചാരിച്ചിട്ടില്ലേ. ഇതെന്ത് സംഭവം എനിക്ക് അറിയില്ല. ഞാൻ ജനിക്കാതിരിക്കുമ്പോൾ കണ്ടിട്ടുള്ള സാധനം. ഇതൊന്ന് കാണിക്കാൻ പറ്റും, എന്തോ ഒരു സാധനമാണ്. ഹലോ ഗായ്സ്, ഞാൻ വന്നപ്പോൾ ഇത് വലിയവർക്ക് ഉരുതാൻ പറ്റിയൊരു ഉരുതലാണ്. ഞാൻ സ്വയം ഉരുതാൻ വേണ്ടി പോവുകയാണ്. എനിക്ക് പേടിയുണ്ട്, എക്സൈറ്റ്മെൻ്റ് ഉണ്ട്. ഞാൻ ഒറ്റയ്ക്കാണ്. ഇത് വലിയവർക്ക് ഉരുതാൻ പറ്റുന്ന പോലെയുള്ളതാണ്. നമുക്ക് ഉരുതാം. അപ്പോൾ നമ്മൾ ഉരുതാൻ വേണ്ടി പോകുന്നത് ഉരുതല്ലേ. ഓ, പഴയ ഓർമ്മ പുതുക്കാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ വലിയവർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ഉരുതാലേ, ഇത് വന്നോട്ടോ. ഓ, നല്ല രസമുണ്ട്. പഞ്ചമോറും കൂടി ചെയ്യാമെന്ന് വിചാരിക്കുന്നു. പാലക്കാട്ട് പൊണ്ണ് പമ്പലമോളെ കണ്ട് ഓ മൈ ഗോഡ്, കൊള്ളാട്ടാ, അടിപൊളിയായിട്ടുണ്ട്, നല്ലതാണ്. എല്ലാവരും വരും കേട്ടോ. ഒരു മിനിമം പ്രായമുള്ളവർ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ ഈ മരം എനിക്ക് ഭയങ്കര ഇഷ്ടമായി. നോക്കിയേ, ഈ മരം നല്ല രസമില്ലേ. ഇവിടെ നിന്ന് വീഡിയോസൊക്കെ എടുക്കാൻ അടിപൊളിയാണ്, കൊള്ളാട്ടോ. ഓക്കെ ഗായ്സ്, അപ്പോൾ സമയം 4 മണിയായിട്ടുണ്ട്. ഒരുപാട് സമയം കേട്ടോ. അപ്പം വീട്ടിൽ പോയില്ലെങ്കിൽ എനിക്ക് വിളക്ക് വെക്കണം. പിന്നെ പോലെ തന്നെ 4 മണിയായിട്ട് എത്രയും പെട്ടെന്ന് വീട്ടിൽ പോയി വിളക്ക് വെക്കണം, തൊഴുതണം. വൃശ്ചിക മാസമില്ലേ, അതിനുള്ള ദൈവവിശ്വാസം ഉണ്ടാവട്ടെ തന്നിട്ട്. അപ്പം നമുക്ക് വാടിയിൽ നിന്ന് വീഡിയോ അവസാനിക്കാൻ നേരമായിട്ടോ. വാടിയ പ്രേമവാടി എൻ്റെ അയ്യോ പാവം. ഇവിടെ നോക്കിയേ, ഇവിടെ വന്നപ്പോൾ ഒരു കുഞ്ഞു പൂച്ച കണ്ടോ ഈ സൈഡ്. ആരൊക്കെയോ പാല് കഴിച്ചിട്ടുണ്ട്, കേട് വന്ന പാലാണ്. അയ്യോ, എനിക്കൊന്നും സങ്കടം സഹിക്കാൻ വയ്യ. ചിന്നു
എന്നാണ് വിളിക്കുന്നത് ചിരു എന്തെങ്കിലും മേടിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചാൽ ആരെങ്കിലും വരികയാണെങ്കിൽ എന്തെങ്കിലും മേടിച്ചു കൊടുക്കണേ എനിക്ക് സമയമില്ല ഒന്നും വിചാരിക്കില്ലേ എന്തെങ്കിലും മേടിച്ചു കൊടുത്തിട്ട് പോകല്ലേ എന്തായാലും നമ്മൾ ശ്രദ്ധിക്കണം. ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഇങ്ങനെ വന്നപ്പോൾ അവിടെ നിന്ന് ഒരാൾ വിസിലിട്ടുകൊണ്ടിരിക്കുക ചേട്ടൻ വരും. അപ്പോൾ നിങ്ങൾക്കൊക്കെ ഉള്ള ടിക്കറ്റ് ഇട്ടുണ്ട് പാലക്കാട് കോട്ടയ്ക്കുള്ളത്. നിങ്ങളുടെ സ്വന്തം പാലക്കാടിലെ കോട്ട, ടിപ്പു സുൽത്താൻ്റെ കോട്ട. അങ്ങനെ പോയി വരുമ്പോൾ ഒരു സ്ഥലം കൂടി കാണിച്ചിട്ടേ ഇതുണ്ടോ, ഇങ്ങനെ നടന്നു പോകുമ്പോൾ ഇങ്ങനെ ഇതാണ്. ഇത് ആമക്കുളവും മീൻകുളവും ഉണ്ട്. മീൻകുളം ആമക്കുളം ഉണ്ട് കേട്ടോ. എല്ലാവരും വരും. ഇത് കണ്ടോ, നിറച്ച് ആമയും കാണാം. ഇവിടെ വന്നാൽ മാത്രമേ കാണാൻ പറ്റും. മീനുണ്ടേ പാലക്കാട്. ഇത് അവിടെ ഒരു ഏട്ടൻ അറിഞ്ഞിട്ട് ചോദിച്ചതാണ്. ഏട്ടൻ്റെ പേരെന്താ? പ്രിൻസ്. പാലക്കാടാ? എവിടെയാ? കൊല്ലമത്തുള്ള പ്രിൻസ് ആയിട്ട്. എന്നിട്ട് യൂട്യൂബറാണോ എന്ന് ചോദിച്ചതാണേ. അപ്പം ഞങ്ങൾ അറിയുന്നു വെയിൽ എടുക്കണമെന്ന് ചോദിച്ചാൽ ഞാൻ വെറുതെ പറഞ്ഞു. ഇവിടെ നിൽക്കുമ്പോൾ വെയിലടിക്കുന്നുണ്ട്, നല്ല വെയിലടിക്കുന്നുണ്ട്. പക്ഷേ ആ വെയിലിൽ ഒന്നും ചൂടറിയുന്നില്ല, നല്ല കാറ്റുണ്ട്. ആദ്യം ബോട്ടൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു ഇതിൽ കൂടെ കറങ്ങാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ബോട്ടൊക്കെ നിരോധിച്ചതാണ്. അപ്പോൾ നമ്മൾ കോട്ടൻ്റെ പോവുകയാണ് മക്കളെ, എൻ്റെ കുഞ്ഞു മക്കളെ. അപ്പോൾ നമ്മൾ കോട്ടയിലേക്ക് അങ്ങനെ പോകണം. കുറേ കെട്ടിടങ്ങൾക്കിടയിൽ അങ്ങനെ പോകണം. വേഗം കഴിഞ്ഞിട്ട് ഞാൻ വേഗം എടുക്കാൻ പോകണേ. സമയമില്ല, 4 മണി വേഗം വീട്ടിൽ പോകണം എന്നത്. അതുകൊണ്ടാണ് ഞാൻ സംസാരിക്കാൻ ഇങ്ങനെ സംസാരിച്ച് വിളിക്കും. പാലക്കാടിൻ്റെ സ്വന്തം മഹിമയുടെ ക്യാരക്ടറെല്ലാം ബിഹേവിയർ അങ്ങനെയാണ്. എൻ്റെ ക്യാരക്ടർ ഭയങ്കര സോഫ്റ്റാണ്. ഞാൻ പറഞ്ഞത് എൻ്റെ ഫ്രണ്ടിനെ കണ്ടപ്പോൾ അങ്ങനെ നമ്മൾ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഈ ഒരു വീഡിയോ ഒരാൾ ചോദിച്ചുകൊണ്ട് മാത്രമേ ഞാൻ ഇടുന്നത്, പെട്ടെന്ന് ഇതാക്കാൻ പറ്റിയ സ്ഥലം. ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ കോട്ടൻ്റെ ഉള്ളിൽ തന്നെ അങ്ങനെ ഒരു അമ്പലം ഉണ്ട് കേട്ടോ. ഒരു അമ്പലം ഗണപതി അല്ല ഉണ്ടോ, വലിയ അറ വെച്ച് കോട്ടൻ്റെ ഉള്ളിൽ കിടക്കാൻ പോകണം. ഈ അമ്പലത്തിൻ്റെ പേര് ഹനുമാൻ കോവിലാണ്. ഹനുമാൻ കോവിൽ. അവിടെ ഒരു അമ്പലമുണ്ട്. സൈഡോട് എല്ലാം ചെരുപ്പിട്ട് വരുന്നവരൊക്കെ സൈഡോട് ചേർന്നാണ് വരുന്നത്. ഇങ്ങനെ അമ്പലം ഉള്ളതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിക്കാം. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ കുറേ പ്രതിഷ്ഠകളും കുറേ ഒരു ദൈവത്തിൻ്റെ ഗണപതിയാണ് തോന്നുന്നു. അവിടെ അങ്ങനെ ദൂരെ നിന്ന് മാത്രം കാണാൻ പറ്റുള്ളൂ. എല്ലാവരും ഓരോ സെക്യൂരിറ്റി ഉണ്ട് കേട്ടോ. അതിന് ഇതിലൊരു ഹോളിട്ട് തരാൻ വേണ്ടിയിട്ടുള്ള ആണെന്ന് സ്കാൻ ചെയ്യും. ഒരു ഹോളിൽ. അപ്പം നമ്മൾ അങ്ങനെ കോട്ടൻ്റെ ഉള്ളിൽ എത്തിപ്പോയി. ഇതാണ് കോട്ട. അതിൻ്റെ ഉള്ളിൽ എത്തിപ്പോയി. ഇതിൻ്റെ ഉള്ളിലേക്ക് വന്ന ആദ്യം തന്നെ നമ്മൾ പെട്ടെന്ന് കാണിച്ചാലേ ഉള്ളിൽ ഇങ്ങനെ ചുറ്റും അതിലും ഒരു ചെറിയ കാര്യങ്ങളൊക്കെയാണ്. അതിൻ്റെ ഒരു പ്രത്യേകത ഒരു എന്താണെന്ന് പറയുമോ, നിങ്ങൾക്ക് കാണുന്നുണ്ടോയെന്ന് അറിയില്ല. മതിലിൻ്റെ എല്ലാവരും ചെറിയൊരു തുളയുണ്ട്. അതെന്തിനാണെന്നറിയാലോ, ഞാൻ പറയേണ്ട ആവശ്യമില്ല. എല്ലാ മതിലും ഓരോ തുളയുണ്ട്. ഇതിങ്ങനെ ഉണ്ട്. ഇന്ന് നമ്മൾ കണ്ടില്ലേ, ആ ചേട്ടൻ്റെ ബർത്ത്ഡേ ആണ് കേട്ടോ. ഞാൻ വിഷ് ചെയ്തു മിനി ഹാപ്പി റിട്ടേൺസ് ഡേ. 100 കാലം ജീവനുള്ള ആയുസും ജീവനോടെ കിട്ടേ എന്ന് പറഞ്ഞിട്ട് നമ്മളങ്ങനെ വിഷ് ചെയ്തിട്ട് വേഗം കറക്കട്ടെ. എനിക്ക് അത്രയ്ക്ക് പ്രത്യേകിച്ച് ഇവിടെ കാണാനൊന്നുമില്ല. ഇങ്ങനെ ഇരിക്കാൻ ഇവിടെ ഉദ്ദേശിക്കുന്നത് രണ്ടും ഇവിടെ വിശാലമായി ഇരിക്കാം. ഒരു നല്ലൊരു പ്ലേസാണ്. മരങ്ങളും കാറ്റും ഇതൊക്കെ കൂടി ചേർന്നിട്ട് അടിപൊളി പ്ലേസാണ്. നല്ല രസമാണ്. ഇങ്ങനെയൊക്കെയാണ് കോട്ടനുള്ളിൽ. വെയിലുണ്ട്, പിന്നെ ഇരിക്കാൻ പറ്റിയ പ്ലേസ് വന്നിട്ട് ആൾ വരുന്നത്. ഫോട്ടോസ് ഒക്കെ എടുക്കുന്നുണ്ടോ, ഫോട്ടോസ് അങ്ങനെ കുറേ പേര് ഇവിടെ ഈ കോട്ടൻ്റെ ഉള്ളിൽ വീഡിയോസ് എടുത്ത് വൈറലായവരുണ്ട്. പാലക്കാട് നിന്ന് ഉണ്ട്. അപ്പോൾ ഞാനൊരു വൈറലാവണ്ട. ഞാൻ ഒരാളുടെ റിക്വസ്റ്റ് പ്രകാരമാണ് വീഡിയോ ഇടുന്നത്. ഓക്കെ, ഒരു എൻജോയ്മെൻറ്റ്. പാലക്കാടിന് മറ്റും ഇതൊക്കെയല്ലേ എൻജോയ് ചെയ്യുള്ളൂ. ഒറ്റയ്ക്കും ജീവനോട് ഇരിക്കുമ്പോൾ ഇങ്ങനെ ഒരു മരമുണ്ട്. ഇവിടേക്ക് ഇരിക്കാൻ നല്ല തണലുണ്ട്. എന്താണ് സമയം 4 മണി വേഗം കൂട്ടാം. ഞാൻ പെട്ടെന്ന് എങ്ങനെ വരുന്ന കാണുന്നവർ വേഗം വന്ന് കണ്ടോളൂ. എനിക്ക് ഇതൊന്നും എടുക്കാൻ സമയമില്ല. അതിലും കാണിക്കണം പറഞ്ഞിട്ടാണ് ഞാൻ വന്നത്. കണ്ടോ, ഇവിടെയൊക്കെ പഴയ കെട്ടിടങ്ങൾ ഇടിഞ്ഞു പൊളിഞ്ഞ് ജയിലുകളൊക്കെ ആയിരുന്നു. ഇവിടേക്കൊന്നും ആർക്കും പോകാൻ പറ്റില്ല. പക്ഷേ ഈ വഴിയാണ് ഞാൻ മൂത്രമൊക്കെ പോകേണ്ട ഏരിയ. യൂറിൻ ഇതാ ഇവിടെയാണ് യൂറിൻ പാസ് ചെയ്യുന്ന ഏരിയ കേട്ടോ. അങ്ങനെ ഓരോ ജയിലുകളും ഒക്കെ കാണിച്ചു തരാം. യൂട്യൂബിൽ വെറുപ്പിച്ച് ഞാൻ വീഡിയോ ഇടുന്നുണ്ട്. എന്നെ ജയിലിൽ എന്നെയൊക്കെ പൂട്ടി വയ്ക്കുന്ന സ്ഥലമാണ്. ഇതാ ജയിലായിട്ട് യൂസ് ചെയ്തിട്ടുണ്ട് ബ്രിട്ടീഷുകാർ. അങ്ങനെ കുറേ ഓഫീസ് അങ്ങനെയൊക്കെ ഇവിടെയൊക്കെ നിന്ന് കാണാം. നല്ല പ്രദേശമാണ്. ഇവിടെ കുറേ സ്ഥാപനങ്ങൾ കണ്ടു. സ്ഥാപനങ്ങളും ഒരു നോക്കിയിട്ട് വീഡിയോ ഒരാൾ ഹെൽപ്പിങ്ങില്ല. അതുകൊണ്ടാണ് കട്ടിച്ചാണ് വീഡിയോ എടുക്കുന്നത്. എല്ലാവരും സപ്പോർട്ട് ചെയ്യാൻ, ലൈക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ അങ്ങനെ ഇവിടെ സ്ഥാപനം വെച്ചുള്ളതുണ്ടെങ്കിൽ താലൂക്ക് ഓഫീസ് ഇവിടെ വന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് വേഗം കാണിച്ചു തരാം കേട്ടോ. കാണിക്കാം. താലൂക്ക് ഓഫീസ്, പിന്നെ ഈ ഒരു ആൽമരത്തിന് ചൂട് നല്ലൊരു അറ്റ്മോസ്ഫിയറാണ്. ഇവരുടെ പാലക്കാട് വന്നാൽ എനിക്ക് നന്നായിട്ട് കാണാൻ പറ്റും. വോയിസ് ഇല്ലാത്തതുകൊണ്ട് എന്താണെന്നറിയില്ല. ഹലോ ഫ്രണ്ട്സ്, ഇതിൻ്റെ പേരെന്താണെന്നറിയോ? ഞങ്ങളൊക്കെ കുവാട്ട എന്ന് പറയും. കുവാട്ട. ഇതിൻ്റെ പേരെന്താണെന്ന് അറിയില്ല. അത് കണ്ടോ, ഇവിടെ എന്താണെന്നറിയില്ല. അതൊരു നല്ലൊരു പ്ലേസാണ്. ഇങ്ങനെ ഓരോന്ന് നിരനിരായി കിട്ടിയിട്ടുണ്ട്. അതേപോലെ തന്നെ നിങ്ങൾ വെള്ള ഇംഗ്ലീഷുകാരൊക്കെ കുളിച്ചിരുന്ന കുളം കാണിച്ചിരുന്നു. ഇംഗ്ലീഷുകാരൊക്കെ കുളിച്ചിരുന്ന കുളമല്ല പറയാം, കുളം പോലെ ഒരു സാധനം. എന്താണെന്ന് പറയട്ടെ, ഇതാണ് ബ്രിട്ടീഷുകാർ കുളിച്ചിരുന്ന കുളം. കണ്ടോ, ഇതൊക്കെ തന്നെയാണ് ഇവിടെ കാണുന്നത്. പക്ഷേ ഇവിടെ വരുമ്പോൾ നല്ല അറ്റ്മോസ്ഫിയറാണ്. അതൊക്കെ അങ്ങനെ ചിങ്കിളുമണി ഇതുപോലെ ഒരുപാട്.
അങ്ങനെ കോട്ട അവസാനിക്കുകയാണ്. നിങ്ങൾ ഒരുപാടൊന്നും ഞാൻ കാണിച്ചിട്ടില്ല, ചെറിയ ചെറിയ ഭാഗങ്ങളെ. എനിക്ക് 4 മണിയായതുകൊണ്ട് ടെൻഷനായി. പോയി വീട്ടിൽ കയറണം, വീട്ടിൽ പോയി വിളക്ക് വെക്കണം. അതുകൊണ്ട് നിങ്ങളെല്ലാവരും പാലക്കാട്ടിലേക്ക് വരും. ഒരു സ്വന്തം കോട്ടയുണ്ട് പാലക്കാടിൻ്റെ മനുഷ്യനെ. ഇപ്പം ഞാൻ എഴുതി മേടിക്കാന്നുള്ളത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ ചെറിയൊരു ഭാഗങ്ങളാണ് കാണിച്ചു തന്നിരിക്കുന്നത്. ഇനി നമുക്ക് ബ്രിട്ടീഷ് പാലത്തേക്ക് പോകട്ടോ. ബ്രിട്ടീഷ് പാലത്തേക്ക് പോകാൻ എല്ലാവരും വന്ന് തൊഴിലൊക്കെ ചെയ്യും, ചെരുപ്പ് കൂടിയിട്ട് തരുന്നു. അങ്ങനെ ഞാൻ ബ്രിട്ടീഷ് പാലത്തേക്ക് 10 രൂപ കൊടുത്ത ടിക്കറ്റ് എടുത്തു. എല്ലാവരും കെട്ടിയതാണെന്നൊക്കെ പറയുന്നത് കുറേ കാലമായി ഇങ്ങനെ കിടക്കുന്ന ഈ ഒരു പാലം. ഇവിടെയാണ് ബസ് ഇറങ്ങിയിട്ട് അങ്ങനെ പോകുന്നത്. ഒരു ആൾമാരൊക്കെ ഉണ്ട്. ഈ സ്ഥലത്തിൻ്റെ പേര് ബ്രിട്ടീഷ് പാലം തന്നെ അറിയുന്നത്. ഈ കനാലിലാണ് അങ്ങനെ ഒരു പാലം കെട്ടിയിരിക്കുന്നത്. ഒരു ഹോബി ഉണ്ട്. എവിടെ കച്ചവടം ഉണ്ടാകാതെ എനിക്കൊരു 2 സ്നേഹിതർ കഴിക്കാതെ കുറക്കം വരിക. ഞാൻ ഇവിടെ ഒരു കച്ചവടമുണ്ട്. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിക്കുക, ഇങ്ങോട്ട് കടക്കുമ്പോൾ ഇവിടെ നിന്ന് എന്തെങ്കിലും കഴിച്ചിട്ടോ എന്തെങ്കിലും പാർസൽ മേടിച്ചിട്ട് മാത്രമേ നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് കിടക്കാൻ പറ്റുള്ളൂ. ഇത് കഴിഞ്ഞ് വന്നാൽ ഇവിടെ നമ്മുടെ ഒരു ലോങ് ഒരു പാതയും ഒരു ഇതാണ്. പിന്നെ ശ്രദ്ധിക്കട്ടോ. സ്കൂൾ ബസ് എന്തെന്ന് തോന്നുന്നു. നോക്കി ഇതിൻ്റെ ഉള്ളിൽ നടുവിലൂടെ ഒരു പാത, അപ്പുറത്തും കാട്. ഇങ്ങനെയാണ് നടക്കുന്നത്. കുറേ കുട്ടികൾ, സ്കൂൾ കുട്ടികളൊക്കെ എത്തി വരും. ക്ലാസ് എത്തിരിക്കണോ എന്നറിയില്ല കേട്ടോ. അറിയാം, ഇപ്പോൾ കാലങ്ങളിൽ ക്ലാസ് എത്തിച്ച് പോകുന്നത് വലിയ ഒരു രസം തന്നെയാണ്. പിന്നെ പോരാത്തിന് ഇതിൻ്റെ ഉള്ളിൽ പോയി ഒരു കുറച്ച് ഗ്രാമമുണ്ട്, അങ്ങോട്ടേക്കൊന്നും പോയില്ല. നമ്മൾ പാലം കണ്ടിട്ട് വീഡിയോ അവസാനിപ്പിക്കും കേട്ടോ. ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ നടന്നു പോകണം. ഹലോ ഗായ്സ്, നിങ്ങളുടെ സ്വന്തം പാലക്കാടിൻ്റെ മഹിമയുടെ ബ്രിട്ടീഷ് പാലത്തേക്ക് നിങ്ങളെ കൊണ്ടുപോകാൻ പറഞ്ഞ വാക്ക് ഞാൻ പാലിച്ചിരിക്കുന്നു. ഇവിടെ വരുമ്പോൾ നിങ്ങൾ കുറച്ച് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട് കേട്ടോ. കുറേ കപ്പിൾസൊക്കെ വന്ന് പോയിട്ടുണ്ട്. കണ്ടല്ലോ, ഇതൊക്കെയാണ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഇവിടെ പോകുമ്പോൾ ടിക്കറ്റ് എടുക്കേണ്ട ആവശ്യമില്ല, ഫ്രീ ആയിട്ടാണ്, ഫ്രീ എൻട്രി ആണ്. എല്ലാവരും വരും കേട്ടോ. പാലക്കാടിൻ്റെ ബ്രിട്ടീഷ് പാലത്തിൻ്റെ എൻട്രൻസ് ആണിത്. എൻട്രൻസ് ഇത് ഒരു കൊച്ചു ഗ്രാമം അങ്ങോട്ട് കടന്നു പോകുന്നുണ്ട്. ഇതും ബ്രിട്ടീഷ് പാലം ബ്രിട്ടീഷുകാർ കെട്ടിയതാണെന്നൊക്കെയാണ് പറയുന്നത്. നല്ല രസമുള്ള പ്ലേസ് ആണ്. ഇത് വണ്ടിയും കാറും ഒക്കെ പോകും. എനിക്ക് ഇവിടെ ഒരു റാ പോലെ ഉണ്ടായിരുന്നു, അതൊക്കെ ആൾക്ക് പൊളിച്ചെടുത്തു. റാ പോലെ ഇങ്ങനെ ബ്രിട്ടീഷ് കാലമാണ്. ഇതിന് കുറേ കാര്യങ്ങളുണ്ടായിരുന്നു, അതൊക്കെ നോക്കൂ. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, വരുന്നവർ ഈ സംഭവം വായിക്കട്ടെ. മാലിന്യം ഇവിടെ നിഷേധിക്കേണ്ടെന്നൊക്കെ പറഞ്ഞിട്ടാണ്. ഫോട്ടോയിൽ കാണുമ്പോൾ അത് തിരിച്ച് കാണിക്കും. തിരിച്ച് ഇതിലായിട്ട് കാണുന്നുണ്ടോ? എത്ര അറിയുന്ന ആൾക്കാരാണ്. ഇതാണ് ബ്രിട്ടീഷ് പാലം. ഇതാണ് ബ്രിട്ടീഷ് പാലം. കുറേ പേര് കാറ്റുകൊള്ളാനും ഇരിക്കാനായിട്ട് വരുന്നുണ്ട്. ബ്രിട്ടീഷ് പാലത്തിൻ്റെ എൻ്റെ അങ്ങോട്ട് പോകണം. നല്ല രസമില്ലേ? അപ്പോൾ എല്ലാവർക്കും ബ്രിട്ടീഷ് പാലം കാണുന്നുള്ളവർക്ക് വേഗം വരും. ബ്രിട്ടീഷ് പാലത്തേക്ക് 10 രൂപ ടിക്കറ്റ് ഉള്ളൂ, പാലക്കാട് കോട്ടൻ്റെ അവിടെ നിന്ന്. അപ്പോൾ പാലക്കാട് കോട്ടൻ്റെ അവിടെ നിന്ന് ബ്രിട്ടീഷ് പാലത്തേക്ക് പോകാം. ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇവിടെ ഭയങ്കര ഫോട്ടോഷൂട്ടും തോണി കിടക്കുന്നുണ്ടോ. ഇവിടെ കുറേ പണ്ട് കാലങ്ങളിൽ തോണി, വഞ്ചി, റൗണ്ടിൽ തുഴഞ്ഞു പോകണ ഒരു അതിൻ്റെ പേരൊന്നും എനിക്കറിയില്ല. പക്ഷേ എന്നാലും ഞാൻ പറയും, ആദ്യം ഉണ്ടായിരുന്നു, ഇപ്പം ഇല്ല. അപ്പം വഞ്ചിയുമായിട്ടാണ് തോണി. അവിടെ നമുക്ക് ഫോട്ടോഷൂട്ട് ചെയ്യുന്നത് കണ്ടോ. ഫോട്ടോഷൂട്ടാണിത്. ഇവിടെ നിന്നാണ് കുറേ പേര് ഫോട്ടോ എടുത്തിട്ട് കണ്ടോ അവിടെ ഫോട്ടോഷൂട്ട് ചെയ്യുന്ന അപ്പുറത്ത് ക്യാമറമാനുണ്ട്. അതിൽ എൻ്റെ അവസാനിച്ചിരിക്കണേ. എൻ്റെ എല്ലാവർക്കും കേട്ടോ ബ്രിട്ടീഷ് പാലം. അതോടെ വണ്ടിയും ഇതൊക്കെ പോകും. നല്ല കാറ്റൊക്കെ ഉണ്ട്. അയ്യോ, എന്തൊക്കെയൊക്കെയോ ഇവിടെ ഷൂട്ടൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. ഇന്ന് താഴെ ഒരു വലിയൊരു പൊടിയാണ്. എന്തോ ഇവിടെയൊക്കെ വന്ന മയിൽ, അതിൻ്റെ ചെറിയ ചെറിയ ജീവജാലങ്ങൾ, കീരി, കുറേ സാധനങ്ങൾ കാണാൻ പറ്റും. ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ബ്രിട്ടീഷ് പാലത്തിൻ്റെ എന്താണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഒരു കൊച്ചു ഗ്രാമമുണ്ട്. ആ ഗ്രാമത്തിലേക്ക് പോകാൻ ഭയങ്കര ആ വഴി ഭയങ്കര സൂപ്പറാണ്. അതിലേക്കുള്ള ബോർഡാണ്. ഇതവിടെ പഞ്ചായത്ത് ഇതാണ് കേട്ടോ. ഇതാണ് അതിൻ്റെ ഉള്ളിലേക്ക് പോകുന്നത്. ഇവിടെ നിന്ന് തന്നെ കാണിച്ചു തരികയാണ്. ഇനി അതിൻ്റെ ഉള്ളിലൊക്കെ പോയി കാണിക്കാൻ ഭയങ്കര സമയം എടുക്കും. അപ്പോൾ ഞാൻ ഇന്നത്തെ വീഡിയോ ഇത് ഈ ഒരു എൻഡുമായിട്ട് അവസാനിക്കുകയാണ്. അതിൻ്റെ ഉള്ളിലേക്ക് നല്ല കാട്, അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെയാണ് ഒരു ലൊക്കേഷൻ വരുന്നത്. നല്ല ഭംഗിയാണ് കണ്ടോ. നമ്മൾ മാത്രം ഇതൊക്കെ ഫോട്ടോഷൂട്ട് ചെയ്യാൻ അടിപൊളിയാണ്. എല്ലാവരും പാലക്കാട് ബ്രിട്ടീഷ് പാലത്തിലാണ് എല്ലാവരും മാക്സിമം ആൾക്കാരും ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ സ്വന്തം മോളൂസ് വ്ളോഗ് ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.